കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനടുത്ത് പമ്പാ നദിയിലാണ് വള്ളംകളി നടക്കുന്നത്. തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി കാട്ടൂർ മങ്ങാട്ടില്ലത്ത് നിന്നും തിരുവാറന്മുള ക്ഷേത്രത്തിലേക്ക് വരുന്ന തോണിയെ അകമ്പടി സേവിച്ചിരുന്ന പള്ളിയോടങ്ങൾ ഓരോ കരക്കാരുടെയും പ്രൗഢിയുടെ പ്രതീകമായി കണക്കാക്കുന്നു. ആറന്മുളയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പഴമക്കാരുടെ പാത പിന്തുടർന്നാണ് ഞങ്ങളിപ്പോഴും ഇതുകൊണ്ട് നടക്കുന്നത്. പിന്നെ 68 അങ്കുലം ഉടമയും 43 കാൽ കോല് നീളവുമുള്ള ഈ വള്ളയോടാണ് ഇപ്പം ഞങ്ങൾ പുതുക്കി പണിയുന്നത്. പുതുക്കി പണിയുമ്പം അതേ ഉടമ തന്നെയാണ്. 68 അങ്കുലം ഉടമയും പിന്നെ നീളം കൂടുന്നുണ്ട്. 47 കാൽ കോല് നീളമാണ്, 18 അടി അമരപ്പൊക്കമാണ്. ആറന്മുള പള്ളിയോടങ്ങൾ എന്ന് പറഞ്ഞാൽ 52 കരക്കാരുടെയാണ്. 52 പള്ളിയോടങ്ങളാണുള്ളത്. അത് ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് അവിടെ വള്ളംകളി ആറന്മുള നടത്തപ്പെടുന്നത്. തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാനും വള്ളസദ്യ പങ്കെടുക്കാനും വള്ളംകളിക്കും മാത്രമായിട്ടാണ് ഈ പള്ളിയോടങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ആറന്മുളയ്ക്ക് മാത്രമായിട്ടുള്ളൊരു വഞ്ചിപ്പാട്ടുണ്ട്. ആ വഞ്ചിപ്പാട്ട് പാടിയാണ് നമ്മൾ വള്ളിയോടങ്ങളെ തുഴഞ്ഞു പോകുന്നത്. അത് പാടാൻ വേണ്ടിയുള്ള സ്ഥലമാണ് കാറ്റുമുറ എന്ന് പറയുന്നത്. അതാണ് ഇത്. പിന്നെ ഇതെന്ന് പറയുന്നത് പട്ട അടിച്ചേക്കുക. അതായത് നമ്മൾ ഈ തടിക്കൊക്കെ എന്തെങ്കിലും ക്ഷതങ്ങളുണ്ടായാൽ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി തടി തമ്മിൽ ജോയിൻ ചെയ്ത് അടിച്ചേക്കുന്നതാണ് ഈ പട്ട. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ തച്ചൻ പറഞ്ഞത് 25 ലക്ഷം രൂപയോളം ചിലവാകും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പം 30 കൊല്ലം പഴക്കമുള്ളൊരു വള്ളം ആയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇത് അഴിക്കുമ്പോൾ ഓരോ തടി എത്രത്തോളം നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ജീർണിച്ചിരിക്കുന്നതായതുകൊണ്ട് മൊത്തം തടി മാറ്റേണ്ടി വന്നാൽ നമുക്ക് പിന്നെ ഇരട്ടി കോസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയ വള്ളം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് മാറി പുതിയ വള്ളം ഇപ്പോൾ പണിയുന്നത്. 1991 ചങ്ങങ്കരി തങ്കപ്പനാചാര്യയുടെ നേതൃത്വത്തിൽ പണിഞ്ഞിറക്കിയ പള്ളിയോടമാണ് ഇപ്പം. ആ തച്ചൻ്റെ മകനായ വേണിച്ചേട്ടൻ്റെ മകനായ വിഷ്ണുവും കൂടെ ചേർന്നാണ് ഇപ്പം പുതിയ വള്ളം പണിയുന്നത്. ആയിരത്തി 1991 പൂവത്തൂർ പടിഞ്ഞാറിലെ ഇപ്പോൾ കരയിൽ നിലവിലുള്ള പള്ളിയോടം പണിയുന്നത്. ഇവിടെ നിർമ്മിക്കുന്നത് എൻ്റെ അപ്പൂപ്പനാണ്. അപ്പൂപ്പനും അച്ഛനോട് ചേർന്നാണ്. ആ സമയത്ത് അച്ഛനും ഉണ്ടായിരുന്നു അപ്പൂപ്പൻ്റെ സഹായിയായിട്ട്. ഇന്നിപ്പോൾ പുതിയ പള്ളിയോടം പണിയുമ്പോൾ അച്ഛൻ്റെ കൂട്ടത്തിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഒരു കരയിൽ ഒരു പുതിയ വള്ളം, നിലവിൽ പള്ളിയോടമുള്ള ഒരു കരയിൽ ഒരു പുതിയ പള്ളിയോടം പണിയാനായിട്ട് തീരുമാനിച്ചു കഴിയുമ്പോൾ പണികളെല്ലാം പൂർത്തിയായതിനു ശേഷം ആ പഴയ ചുണ്ടൻ വള്ളത്തിലെ ചൈതന്യം ആവാഹിച്ച് ഇതിൽ കുടിയിരുത്തിയതിന് ശേഷമാണ് ആ പള്ളിയോടം വേറെ കരയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ദഹിപ്പിച്ച് കളയുകയോ ചെയ്യുന്നു. എൻ്റെ മകൻ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറാണ്. അപ്പം പഠിത്തമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന ഒരു തൊഴിലല്ലേ, അത് പഠിച്ചിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. അവനും ആ ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് എൻ്റെ കൂടെ ഞാൻ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ വള്ളം പണിയാനുള്ള പ്രാപ്തിയായി. ഞാൻ ഇപ്പോൾ ഒരു 7 വർഷത്തോളമായി അച്ഛൻ്റെ കൂടെ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നു. പഠനം കഴിഞ്ഞു, ജോലി ഒക്കെ പോയി. അതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ഞാൻ ഇതിലേക്ക് തിരിച്ചു വന്നു. 2014 ഞാൻ ആദ്യമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. മാലക്കര, എൻ്റെ അപ്പൂപ്പൻ പണിത ഒരു വള്ളമാണ് മാലക്കര. അതിലാണ് ഞാനത് ആദ്യമായിട്ട് ഉളി കുത്തുന്നത്, മാലക്കര പള്ളിയോടം. അതിനുശേഷം ഒരു പുതിയ പള്ളിയോടത്തിൽ അല്ല തന്നെ പുതിയ പള്ളിയോടം അച്ഛൻ്റെ കൂടെ നിർമ്മിക്കുന്നത് കോഴഞ്ചേരി പള്ളിയോടമാണ്. അതെന്ന് പറയുന്നത് ചുണ്ടൻവള്ളം തന്നെയാണ്. പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടൻവള്ളം പിന്നെ പടിഞ്ഞാറ് നിന്നുള്ള വള്ളങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് തിരുവോണത്തോണി അകമ്പടി സേവിക്കാൻ വേണ്ടി വള്ളങ്ങൾ വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇവിടെ വള്ളങ്ങൾ ഉണ്ടായി തുടങ്ങി. അതൊക്കെ പിന്നെ ഒരു നൂറ്റാണ്ടിന് മുമ്പാണ്, 100 വർഷത്തിനൊക്കെ മുമ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞതിനാണ് ശേഷമാണ് ഇവിടെ വള്ളങ്ങളുണ്ട്, പള്ളിയോടങ്ങളുണ്ട്. പള്ളിയോടവും ചുണ്ടൻവള്ളമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ അവിടെ പടിഞ്ഞാറൻ നാട്ടിൽ പിന്നെ ഈ മത്സരത്തിന് ഉപയോഗിക്കുന്ന ചുണ്ടൻവള്ളങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വെള്ളത്തിൽ നിരപ്പ് കിടക്കുന്ന പിന്നെ സ്പീഡ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പണിയാണ്. പക്ഷേ നേരെ കുറച്ച് പിന്നെ പള്ളിയോടം എന്ന് പറയുമ്പോഴത്തേക്ക് വള്ളത്തിൻ്റെ 1/2 ഭാഗം മാത്രമേ വെള്ളത്തിൽ മുട്ടുള്ളൂ, ബാക്കി ഭാഗമല്ല അമരവും അണിയാവും ഉയർന്നു നിൽക്കുന്ന വള്ളമാണ് പള്ളിയോടം എന്ന് പറയുന്നത്. എല്ലാം ചുണ്ടൻവള്ളങ്ങളാണ്. ഇപ്പോൾ നെഹ്റു ട്രോഫി പോലുള്ള പടിഞ്ഞാറൻ മേഖലയിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്ക് വണ്ണക്കുറവും നീളക്കൂടുതലുമായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 55 ലക്ഷം രൂപയോളം ചിലവ് വരും. അഞ്ഞിലിത്തടി മാത്രമേ ചുണ്ടൻവള്ളങ്ങൾക്ക് ഉപയോഗിക്കാറ്. നമ്മൾ തടി നോക്കുമ്പോഴത്തേക്ക് വള്ളത്തിൻ്റെ ഏകദേശം 1/3
നീളം വരുന്ന തടി. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന തടി എന്ന് പറഞ്ഞാൽ ഒരു 40 അടി 45 അടി നീളമുള്ള തടിയാണ്. അത് 130 ഇഞ്ച് വണ്ണം ഒക്കെയുള്ള തടികളാണ്. അതിനത് ലക്ഷണമൊക്കെ തടി നമ്മൾ പോയി കണ്ടുപിടിക്കണം. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് വളമില്ലാത്തതായിരിക്കണം, ഉരുണ്ട തടിയായിരിക്കണം, ഇടയ്ക്കങ്ങ് കമ്പ് പാടില്ല. അങ്ങനെയുള്ള തടികൾ നോക്കിയെടുത്തിട്ട് വർഷപൂജ ചെയ്ത് വെട്ടിക്കൊണ്ട് വരിക. ഒരു കരയിൽ ഒരു പുതിയ വള്ളം വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കരക്കാർക്കുണ്ട്, പണിയുന്നവർക്കുണ്ട്, എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പോൾ നല്ല സഹകരണമാണ് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ വ്യത്യാസം എന്ന് പറയാനായിട്ടില്ല. ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ആചാരങ്ങൾ കൂടുതലാണ്. കാര്യം ആറന്മുള ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ആചാരങ്ങൾ കൂടുതലാണ്. അങ്ങനെ കാര്യങ്ങളുണ്ട്. അവിടെ അതില്ല ഇല്ലയെന്നല്ല, അത് നോക്കുന്നവരുണ്ട്, ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും പോസിറ്റീവ് നെഗറ്റീവുണ്ട്. എൻ്റെ അമ്മ പറയുന്നത് ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, ഇനി എന്താണ് ആ ഒരു മേഖലയിൽ ചെയ്യാൻ കുറച്ച് നിൽക്കാത്തതെന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിട്ട് പണ്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരും. പക്ഷേ അമ്മയ്ക്ക് അറിയാം ഈ പാരമ്പര്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മയ്ക്കും നമ്മുടെ റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും ഈ കഷ്ടപ്പാടുകൾ എന്താ കാര്യങ്ങൾ അറിയാവുന്നതാണ്. എന്നെ കൂടുതലും ഒരു നെഗറ്റീവ് എന്നല്ല, എന്നെ എന്താ പറയുക, എൻ്റെ ഒരു പഠിച്ച മേഖലയിൽ ജോലിയിൽ നിന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ ബന്ധുക്കൾ തന്നെയാണ്. അതിൻ്റെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ്. രണ്ട് അറ്റത്ത് നോർത്ത് പോളും സൗത്ത് പോളും നിൽക്കുന്ന ആ രീതിയിൽ നിൽക്കുന്ന രണ്ട് മേഖലകളാണ്. രണ്ടിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുള്ളൂ. എനിക്കൊരിക്കലും അങ്ങനെ ചുരുങ്ങിപ്പോയി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. കാര്യം എൻ്റെ പ്രൊഫഷനാണത്. എനിക്ക് നാളെ ഒരു അവസരത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ജോലിക്ക് പോവാം. പക്ഷേ ഇത് ഏതൊരാൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ആവാം. പക്ഷേ ഒരു പള്ളിയോടം അല്ല ചുണ്ടൻവള്ളം അത് നിർമ്മിക്കാനുള്ള അതിൻ്റെ രീതികൾ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. ജീവിതത്തിൽ കിട്ടിയ ഉപദേശം എന്ന് വെച്ചാൽ എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് തന്നിട്ടുള്ള ഒരു ഉപദേശം. അതെൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ഇപ്പോൾ ഒരു ചുണ്ടൻവള്ള ഈ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഇതൊരു ചുണ്ടൻവള്ളമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധ വേണമെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ശ്രദ്ധ ഉള്ളതാണ്. ഒരു ഒരു കുറിക്കുക അല്ലെങ്കിൽ ഒരു വര വയ്ക്കുക 100 വട്ടം ആലോചിച്ചിട്ട് വേണം ചെയ്യാനെന്ന് ഇത് പറഞ്ഞു. എന്നെ ജോർജ് എന്ന് പറഞ്ഞാൽ എൻ്റെ കരയിലിരിക്കുന്ന വെള്ളമാണ്. അതുകൊണ്ടായിരിക്കാം അവരെന്നെ വിളിച്ചത്. അത് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഭംഗിയായിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വേറെ വള്ളങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ളൊരു അവസരം വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക്. എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സ്വന്തം സമുദായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, കരകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, പള്ളിയോടെ സേവാ സംഘത്തിൽ നിന്ന് കുട്ടനാദി നിലകളിലൊക്കെ സ്റ്റേജിലൊക്കെ എന്നെ ആദരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പഴയ ഒരു വള്ളം ഇവർക്കുണ്ട്, കാലങ്ങളായിട്ടുള്ള വള്ളമാണ് പൂത്തൂർ പടിഞ്ഞാറെന്ന് പറയുന്ന വള്ളം. അത് പുത്തൻചുണ്ടൻ കഴിഞ്ഞ ഇതിന് മുമ്പിരുന്ന ആ പുത്തൻചുണ്ടൻ പണിയുന്നത് അച്ഛൻ തങ്കപ്പനാശാരിയാണ്. അന്ന് അച്ഛൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ഇപ്പം 34 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് പുതിയ പള്ളിയോടം എന്നുള്ളൊരു രീതിയിലേക്ക് കരക്കാർ വന്നു. അങ്ങനെയാണ് പൂത്തൂർ പടിഞ്ഞാറ് പുത്തൻചുണ്ടൻ എന്നുള്ളൊരു ഈ സംഭവം ഇവിടെ നടക്കുന്നത്. വളരെ സന്തോഷമുള്ളൊരു കാര്യമല്ല ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എത്രത്തോളം കാലം അച്ഛൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുമോ അത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു.